പറഞ്ഞില്ല. അപ്പം ഒരു പറഞ്ഞ ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരെ ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരോ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്ക് എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ക്യാമറയെ ഓണാക്കി വെച്ചിട്ട് കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് ആ ഭാഗം അങ്ങ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടൂടെ? ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഈ ലോകം മുഴുവൻ എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഒരുപാട് തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് നമുക്ക് കാണേണ്ട ആ രീതിയിലുള്ള ഓരോ തരം ക്രിയേറ്റേഴ്സും നമ്മുടെ പക്കലുണ്ട്. നിങ്ങൾ ഇത് മാത്രമേ കാണാവുള്ളൂ, അത് മാത്രമേ കാണാവുള്ളൂ എന്ന് പറയാനൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ അടുത്തിടെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന, ഫാമിലിയിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, സന്തോഷം, ദുഃഖം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ തുറന്നു കാട്ടും. 2 ഭാര്യമാരുള്ളവർ 2 ഭാര്യമാരെ വെച്ച് വീഡിയോ ചെയ്യും, ഒരു ഭാര്യമാരുള്ളവർ 1 ഭാര്യയെ വെച്ച് വീഡിയോ ചെയ്യും. അങ്ങനെ ഓരോരോ രീതിയിലും ഫാമിലി വ്ലോഗ് ചെയ്യാറുണ്ട്. വേറെ ചില ആൾക്കാർ എന്റെ കുടുംബത്തിൽ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ പറയുന്ന ഇത്. ചില ഫാമിലീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കര റിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കാണിക്കും. പിന്നെ വേറെ ചിലര് എന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, ഞാൻ അവനെ കൈയോട് കൂടി പൊക്കി. അതുപോലെ തന്നെ ഭാര്യ പറയും എന്റെ ഭർത്താവിന് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, ഞാനത് കൈയോട് കൂടി പൊക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിനെ കുറിച്ചായിരിക്കും കണ്ടന്റുകൾ. പിന്നെ ചിലര് എന്താണ് പ്രാങ്ക്, ഈ ഫാമിലിയിൽ ഓരോ പ്രാങ്കുകളൊക്കെ ചെയ്യുന്നു. അങ്ങനെ പലതും കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പബ്ലിക്കായിട്ട് കാണിക്കും. ചിലര് ഇത് വിനിയോഗിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഈ കുടുംബത്തിനെ പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവര് ഈ കുറ്റം പറച്ചിലും അത് പറച്ചിലും ഇത് പറച്ചിലും പബ്ലിക്കിൽ ഇട്ട് വലിച്ചു കീറും കുടുംബത്തെ. അതുകൊണ്ട് ചിലര് കുടുംബത്തെ കാണിക്കത്തില്ല. പിന്നെ ആ കുടുംബത്തെ പുറത്ത് കാണിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റുമല്ല. ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. കാര്യം ഒരാളുടെ ജീവിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവരുടെ ഓരോ ഫാമിലിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. നമ്മൾ സാമൂഹിക ജീവികളാണ്, എല്ലാവരും കൂട്ടമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അപ്പൊ ഒരാളുടെ ലൈഫിൽ വേറെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് ആകാംക്ഷ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് വളരെ വേദനയോടെ നമ്മുടെ TT ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വൈഫ്, ഈ TT ഫാമിലിയിലെ ഷെഫിന്റെ വൈഫ് ഷെമി പ്രസവിക്കുന്നു. ആ കുഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ മരണപ്പെട്ടു പോകുന്നു. വളരെ വേദനയോടുകൂടി വന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷെഫിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോയുടെ കമന്റിലേക്ക് പോകാം, എന്നിട്ട് വീഡിയോ കാണാം. ഗർഭിണിയാണെന്ന് അറിയുന്നതിനോട് കൂടി തന്നെ ആ ഒരു സമയത്ത് അൽഹംദുലില്ലാ പറയുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കാതിരിക്കുക, യൂട്യൂബിൽ ഇടാതിരിക്കുക. ചിലപ്പം ആ കമന്റ് ഇട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോ ആ പുള്ളിക്കാരന്റെ ആ ഒരു മതത്തിന്റെ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു യുക്തിക്ക് അനുസരിച്ചായിരിക്കും ഇത് പറഞ്ഞത്. വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിപ്പം ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട്, ഇത് പബ്ലിക്കിനെ അറിയിച്ചത് കൊണ്ട് ഇതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഈ ഷെമി എന്ന് പറയുന്ന നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ആ സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ അവസ്ഥ, ജീവിതാവസ്ഥ, സാഹചര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ വ്യൂവേഴ്സിന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. അപ്പൊ അതിന്റെ താഴത്ത് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, യൂട്യൂബിൽ അറിയിച്ചത് കൊണ്ടാണോ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ എല്ലാ യൂട്യൂബർമാരും ഈ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ സങ്കടപ്പെടുത്തണോ? ഈ മാസത്തെയെങ്കിലും ബഹുമാനിച്ചൂടെ സുഹൃത്തെ? ആ കുഞ്ഞ് നാളെ സ്വർഗത്തിൽ അവരുടെ ഉമ്മയും ഉപ്പയും കാത്തിരിക്കും. അവരിങ്ങനെ കുറ്റം പറയാതെ അവർക്ക് ക്ഷമ നൽകിക്കൂടെ? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ ലൈഫ് വിറ്റ് ജീവിക്കാൻ എന്തൊരു സുഖമല്ലേ എന്ന്. അപ്പൊ പുള്ളി തിരിച്ച് കമന്റ് ചെയ്തിരിക്കുന്ന അൽഹംദുലില്ലാ എന്ന് പറയണം. പിന്നെ യൂട്യൂബിൽ ഇടല്ലോ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇതിപ്പോ എല്ലാവരും പറഞ്ഞു, ഇനി ഇതിപ്പോ ആര് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകൾ? ലൈഫ് ഇങ്ങനെ പബ്ലിക് ആക്കാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. ബ്ലോഗ് കാണുന്നവരുടെ എല്ലാം ഒരേ മൈൻഡില്ല. ചിലവർ സന്തോഷിക്കും, ചിലവർ കളിയാക്കും, അതൊരു സംസാര വിഷയമാകും. എന്ത് ബ്ലോഗ് ചെയ്യേണ്ടവരാണെങ്കിലും അത് പേഴ്സണലി മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുക തന്നെ വേണം. അപ്പൊ ഇതിനകത്ത് എന്തായാലും 2 പക്ഷമുണ്ട്. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയത്തില്ല, ആ ഒരു ലെവലാണ് ഇതിനകത്ത് കാണുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ, കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നത്. ഞാൻ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനെന്നുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല. പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പറയുക, ഇങ്ങനെ റൂമിൽ തന്നെ എന്താ കാര്യം, കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നമുക്കിപ്പം എൻ്റെതായിട്ടുള്ള പരിപാടി. അതെ, നമ്മൾ ഈ കാണുന്ന
ആൾക്കാർ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ വേദനയിൽ നിന്ന് ജീവിക്കണമെന്നാണോ? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ജീവനായുള്ള ഒരാള് വിട്ടുപിരിഞ്ഞു പോയി അന്ന് എന്ന് പറഞ്ഞ് ആ ജീവനാന്ത കാലം കരയാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഒരു വേദന ഉണ്ടല്ലോ, അത് നമുക്ക് മാത്രം സ്വന്തമാണ്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ പരമാവധി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. നമുക്ക് എന്തായാലും ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് വരെ നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ ഓരോരുത്തരുണ്ട്, അവർ ചിന്തിക്കും എന്റെ ജീവിതം എന്താ ഇങ്ങനെയായി പോയി, എന്റെ ജീവിതം ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല, എന്തൊക്കെ കാണിച്ചിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യവും പ്രഡിക്റ്റബിൾ അല്ല. അന്നന്ന് എന്താണോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ചെലവുകളും കാര്യങ്ങളൊക്കെ അല്ല, അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നും എനിക്ക് അറിയില്ല, എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കേണ്ടത് എന്താണ് സംഭവിച്ചത്, അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരിടത്ത് പറയേണ്ടതായിട്ടുണ്ടാവും. കാരണം പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ. അപ്പോൾ ഓൾക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവും, ഇത് പറയാനുള്ള കടമ നമുക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണ് ഈ കാര്യം പറയുന്നത്. ശരിക്കും അവരെ കുറിച്ച് അറിയാനും അവരുടെ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവര് ചിലപ്പോൾ ഇവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന്. ഓരോരുത്തരോടും പറയുന്നതിനേക്കാൾ നല്ല ഒരു വ്ളോഗായിട്ട് ഇടുന്നതല്ലേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ വ്ളോഗ് ചെയ്തത്. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇപ്പൊ ഈ ഒരു വ്യക്തി മാത്രമാണ് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നത്. കുറച്ച് മാന്യത ഇയാളോട് കാണിക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഫാമിലി വ്ളോഗ് ഈ പുള്ളിക്കാരൻ മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇയാളോട് മാത്രം എന്താണോ ഇത്രയും എല്ലാവർക്കും ഇതെന്ന് എനിക്കറിയില്ല. കാര്യം പ്രായത്തിൽ മൂത്ത ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ പുരുഷനേക്കാളും സ്ത്രീക്ക് പ്രായം കൂടുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊന്നുമല്ല ജീവിതം. പരസ്പരം മാനസികമായ ഐക്യവും ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അത് അവരുടെ ലൈഫ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് അവരെന്ത് തെറ്റാണ് ചെയ്തത്, അത് മാത്രമാണ് ചോദിക്കുന്നത്. ശരിക്കും അവരുടെ കുഞ്ഞ് മരണപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഒരുപാട് പേര് കുറ്റം പറയാൻ നിൽപ്പുണ്ട്. ശരിക്കും അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫാമിലിയിൽ പിന്നെ എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ഇവര് ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ വെച്ച് താഴെ പോസ്റ്റ് ഇട്ടതും എനിക്കത് ബോറായി പോയി. അത് ഞാനത് പറയുകയും ചെയ്ത്. പക്ഷെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നതൊക്കെ ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. വെറുതെ എന്തിനാണ് അവരെ ഇങ്ങനെ അടിയിൽ വന്ന് മുട്ട കമന്റ് ഒക്കെ ഇടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയും ഫാമിലിയെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരു പറഞ്ഞ ഷെമിയുടെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവരെ ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരോ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇങ്ങനെ പറഞ്ഞു തീർക്കും എനിക്കറിയില്ല. അപ്പൊ പുള്ളിക്കാരന് ഒരുപാട് വിഷമമുണ്ട്. ആ കരച്ചിലൊക്കെ റിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോ ഈ ഒരു പുള്ളിക്കാരന്റെ കരച്ചിലെ ആൾക്കാരൊക്കെ നന്നായിട്ട് ട്രോളാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ ക്യാമറയെ ഓണാക്കി വെച്ചിട്ട് കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് ആ ഭാഗം അങ്ങ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ട്രോളും കമന്റും നെഗറ്റീവ് കമന്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ലൈഫിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കട്ട് ചെയ്തിട്ട് നോർമൽ വീഡിയോസ് ഇടായിരുന്നു. ഇതിപ്പോ കരഞ്ഞുകൊണ്ട് റീച്ച് ആവാനുള്ള ശ്രമമാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഷെഫീന്റെ അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതിന്റെ താഴെ ഒരുപാട് കമന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്. ബി പോസിറ്റീവ്, എന്തിനാണ് കരയുന്നത്, വിഷമിക്കല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേരയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. അവര് ചോദിക്കുന്ന, ഞാൻ കരയുന്ന കണ്ണുനീര് എന്തിന് മറച്ചു വെക്കണം? കാര്യം എന്റെ ലൈഫ് നിങ്ങളെ തുറന്നു കാണിക്കുന്നതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഞാനത് മറച്ചു വെക്കണമെന്നാണ് അവര് ചോദിക്കുന്നത്. ചിലപ്പം ഇതിൽ കണ്ടിട്ട് കൂടുതൽ കളിയാക്കാൻ സാധ്യതയുള്ളവർ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, കുഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട അതിലൊരു കണ്ണുനീര് പോലും വന്നില്ല. പക്ഷെ ആ ഒരാളാണ് മരണപ്പെട്ട അന്ന് തന്നെ ആ ഒരു പോസ്റ്റിൽ ഒരു വിഷമം പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടാണോ ഇപ്പൊ, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് അങ്ങനെ നിന്ന് ഇട്ടിട്ട് ഇപ്പൊ ഇരുന്നാണോ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അന്ന് പക്ഷെ കരഞ്ഞിരുന്നെങ്കിൽ പറയും, ഇപ്പൊ കരഞ്ഞോണ്ട് വരുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ സിമ്പതി പറ്റാനെന്നൊക്കെ പറഞ്ഞാൽ അതും പറയും. നിങ്ങളൊന്നും മനസ്സിലാവും, സ്വന്തം കുഞ്ഞിന്റെ എന്താ പറയാ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു വിഷമം എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവത്തില്ലേ? എന്തായാലും വേദന ഉണ്ടാവും. നമ്മളൊന്നും മൃഗങ്ങളല്ല. ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയല്ല ഇവിടെ സംസാരിക്കുന്നത്, വ്യൂവേഴ്സിനെയും കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്, അവരെയും കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. സാധാരണ ഒരു കുട്ടി ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും
ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനെ കിടക്കണം ചെടുക്കണം. പ്രസവ വേദന അനുഭവിക്കാത്ത ഒരു പെണ്ണിനോട് ചോദിച്ചാൽ അറിയത്തില്ല എന്താണ് പ്രസവ വേദന എന്നുള്ള കാര്യം. അത് അനുഭവിക്കണം. ഇപ്പൊ ഈ അച്ഛനും അമ്മയും ഈ കൊച്ചു നഷ്ടപ്പെട്ട് ഇത്രയും വിഷമിക്കുന്നു. അപ്പൊ ആർക്കാണെങ്കിലും ആ ഒരു സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ ആ ഒരു വേദന എന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മള് മെൻസസിന്റെ പീരീഡ്സിന്റെ വേദന പറയുന്നു, നിനക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഒരു ആണിനോട് നമ്മൾ ചോദിക്കുന്നു, അപ്പൊ പറയുന്നത് എന്തുവാ, പിന്നെ എനിക്ക് മാത്രമേ ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവര് പറയും പിന്നെ ഇത് വലിയ ആനക്കാര്യം എന്ന് പറയത്തുള്ളൂ. അത് അവർക്ക് അനുഭവിക്കണം, അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉമ്മ വിളിക്കുന്നു എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഉമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞ് കുട്ടീനെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ചോദിച്ചിട്ട് ഞാൻ ഫോൺ എടുത്ത്, ഞാൻ ഓക്കെ ആയി ഫോൺ എടുത്തു. പക്ഷെ എന്നാലും പുള്ളിക്കാരിയുടെ പ്രായം എന്ന് പറയുന്ന ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ ഒരു ഏജിലുള്ള ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ ആർത്തവ വിരാമം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. അപ്പൊ ആ ഒരു ബോഡിയിൽ എന്തൊക്കെ ഡിപ്രഷനും കാര്യങ്ങളും ദേഷ്യവും ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും അവരുടെ ബോഡിയിൽ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പ്രഗ്നൻസിയും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഡേഞ്ചറാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് നല്ല വണ്ണം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഫൈബ്രോയിഡിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാവാം. ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ ആയിരിക്കും ആ ഒരു ഡെലിവറി കടന്നുപോയ. ബാക്കി കൂടെ കാണാം. ഇനി ഒരു വാക്യം എനിക്ക് പറയാൻ പറ്റില്ല, അത് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ വിളിച്ചു ഇവിടെ അല്ല പുറത്താണ്. അപ്പം പിന്നെ എടുത്ത് ഓക്കെ ഇനി ഞാൻ പറയുന്നത് ഇതിലാണ് ഫോൺ പിന്നെ എടുത്ത് പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒന്ന് നടന്ന് ഞാൻ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് മെസ്സേജ് ടീച്ചറിനെ ഞാൻ കണ്ട് പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് പറയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് സത്യം പറയാൻ വീഡിയോ ചെയ്യാതെ ഒന്ന് റെഡി ആകാണ്ട് കുറേ കുറച്ച്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കട്ടെ, ഇനി എല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പറ്റൂലല്ലോ. ബസ്സിനായാലും ബാക്കി അവർക്കൊക്കെ ഓരോരോ നമ്മളെ ഒരു കുടുംബം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പം ഒന്നുകൂടി ഒന്ന് സെറ്റാണ്ട് നിങ്ങളൊക്കെ ദുആക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഒത്തിരി വിഷമമുണ്ട്. എന്തായാലും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വേറൊരു കാര്യം വെച്ചാൽ ഇതിനടിയിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാമുകിമാരെ കൊണ്ട് നടക്കുന്ന ഇക്കാലത്ത് നിങ്ങളെപ്പോലുള്ള ഒരാള് ാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വരുന്നുണ്ട്. അപ്പോ എനിക്ക് ആ വ്യക്തിക്ക് പറയാനുള്ളതൊക്കെ എന്തായാലും പറയുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവും. കാര്യം സ്വന്തം ആൾക്കാരോട് പറയുന്ന പോലെയാണ് നമ്മളോട് എല്ലാവരോടും പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അവരുടെ ഒരു വിഷമഘട്ടത്തിൽ നമ്മളിങ്ങനെ ആരെയും കുറ്റം പറയാതിരിക്കുക. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ.